ഹേ ഗൈസ്, രാവിലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാം, നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ തട്ടെല്ലാം ഞാൻ ഇടിയപ്പം റെഡിയാക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ചു. അപ്പോൾ ഇത് ഞാൻ മോന് വേണ്ടിയിട്ട് റാഗി മേടിച്ച് 3 ദിവസമായി കേട്ടോ മുളപ്പിക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഇന്നൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിക്കൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കാനായിട്ടാണ്. ഉണക്കിയെടുത്തിട്ട് അത് നല്ല രീതിയിലൊന്ന് വറുത്ത് പൊടിച്ച് വെക്കാമെന്ന് കരുതി. നല്ല ഗുണമാണ് കേട്ടോ ഇതിങ്ങനെ മുളപ്പിച്ചെടുത്തിട്ട് പൊടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ മുളപ്പിച്ച് പൊടിച്ചൊക്കെ കുഞ്ഞിന് കൊടുക്കുന്നത്. ആദ്യമേ നമ്മൾ കടയിൽ നിന്ന് പൊടി വാങ്ങിച്ചിട്ടായിരുന്നു കൊടുത്തത്. അപ്പോൾ ഉള്ളിക്കറി വെക്കാനായിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ചായ കുടിക്കുന്നത്. ചായ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഇടിയപ്പമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇടിയപ്പത്തിനുള്ള മാവും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 2 മുട്ടയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇന്നലെ നമ്മളെ വീട്ടിൽ നിന്ന് പിച്ചിയ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് പഴുപ്പിക്കാൻ വെക്കുകയാണ്. ഇങ്ങനെ പേപ്പറൊക്കെ ചുറ്റി വെക്കുമ്പോഴത്തേക്ക് പുഴു കയറില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനതൊന്ന് ട്രൈ ചെയ്യാമെന്ന് എഴുതി വെച്ചത്. അതിൻ്റെ ഇടയ്ക്ക് മുട്ടക്കറിയൊക്കെ ദാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ണനമ്മ ആഹാരം കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ജസ്റ്റ് അതിൽ കൂടെ പോയതാണ്. ചാടി എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ പിന്നെ ഞാൻ അവന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം മോളെ വിളിച്ചുണർത്താനായിട്ട് പോയി. അവളെ വിളിച്ചുണർത്തി. അവളെ നെറ്റിയിൽ ഒരു കുരുപ്പ് നന്നായിട്ട് പഴുത്ത് അത് പൊട്ടി ചോരയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവളെ പല്ലൊക്കെ തേപ്പിച്ച് അവൾക്കും ആഹാരമൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും കഴിക്കാനെടുത്തു. അപ്പോൾ മൊബൈലിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.